ഹലോ ഗേയ്സ്, അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇന്നലെ പിന്നെ 3 മണിക്ക് ശേഷം ഞാനും ഇക്കും മോളും ചെമ്മാട്ടേക്ക് പോയി. ചെമ്മാട് പോയിട്ട് കാലിക്കറ്റ് റോഡ് CH ജ്വല്ലറിക്ക് അടുത്തുള്ള അരോഷിയിലേക്കാണ് പോയത്. അരോഷിയിൽ നിന്ന് പാർട്ടി വെയറാണ് എടുത്തിട്ടുള്ളത്. അവിടെ കാര്യമായിട്ടും ഉള്ളത് പാർട്ടി വെയറാണ്. സ്റ്റോൺ വർക്കിൽ വരുന്നുണ്ട്, ബീഡ്സിൽ വരുന്നുണ്ട്, എംബ്രോയ്ഡറിയിൽ വരുന്നുണ്ട്, പല മോഡൽസ്, ലേറ്റസ്റ്റ് മോഡലൊക്കെ അതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇക്കൊക്കെ എനിക്കിഷ്ടമായത് ഗൗണാണ്. ഇതിൽ കാണുന്ന ഈ ഒരു ഡ്രസ്സ് ഇതിന് ഏകദേശം 5000 റുപ്പീസ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയും വിലയുള്ള ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. അത് ക്യാഷ് ഇല്ലാഞ്ഞിട്ടോ എടുക്കാൻ അറിയാഞ്ഞിട്ടോ അല്ല. പിന്നെ നമ്മൾ പാർട്ടി വെയറൊക്കെ ആകുമ്പോൾ ഏകദേശം 2-3 തവണ യൂസ് ചെയ്തിട്ട് പിന്നെ അതാരും യൂസ് ചെയ്യില്ല. അപ്പോൾ വെറുതെ ക്യാഷ് കളയണ്ടെന്ന് കരുതിയിട്ട് എടുക്കാത്തതാണ്. പിന്നെ കല്യാണങ്ങളൊക്കെ എപ്പോഴെപ്പോഴും വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഡ്രസ്സ് വേണം, അത് വിചാരിച്ച് ഇന്നലെ മേടിച്ചെന്നതാണ്. അരോഷി. എനിക്ക് അവിടെയുള്ള ഒരുവിധം ഡ്രസ്സൊക്കെ ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ നസീറെ പോയിട്ട് ഒരു ഫുൾ ഓപ്ഷൻ നമസ്കാര കുപ്പായം മേടിച്ചു. ഈ വർഷം നമസ്കാര കുപ്പായം മേടിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ അതൊരെണ്ണം മേടിച്ചു. പിന്നെ മോൾക്ക് മദ്രസയിലേക്ക് പോകുമ്പോൾ പർദ്ദ വേണം. അപ്പോൾ അവൾക്ക് ഒരു പർദ്ദ അവിടെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, അത് കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞ് ഗസ്റ്റോ പോയി. ഗസ്റ്റോന്ന് ഷവർമയും ലൈമെല്ലാം കഴിച്ച് നേരെ പോയത് യാരേക്കാണ്. യാരേന്ന് പിന്നെ ഈ ഒരു മാസം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എല്ലാം മേടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ അടുത്ത മാസം 10-ാം തീയതി വരേക്കുള്ള സാധനങ്ങളാണ്. പിന്നെ കുറേയൊക്കെ സാധനങ്ങൾ നമ്മൾ വീട്ടിൽ നിന്ന് മേടിക്കും. വീടിനടുത്തൊരു ഷോപ്പുണ്ട്, അവിടെ നിന്ന് മേടിക്കും. അരി, ഷുഗർ, പൗഡേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ അടുത്തുനിന്ന് മേടിക്കും. പിന്നെ അപ്പോൾ എന്തൊക്കെ ഇന്നലെ മേടിച്ചതെന്ന് നോക്കാം. സിങ്ക് കഴുകാൻ വേണ്ടിയിട്ടൊരു ബ്രഷ് മേടിച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ ഇക്കയ്ക്ക് ഷോപ്പ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊരു ചെറിയ ടിഫിൻ ബോക്സ്, ലേഡി ഫിംഗർ, ഓയിൽ, മൈദപ്പൊടി, ഷുഗർ, ചപ്പും പുതിനയും, ബുർത്തുകാല്, ജാമ്, കോക്കനട്ട് ഓയിൽ, പയർ, മഷ്റൂം. ഈ ഒരു മഷ്റൂം കാണുമ്പോൾ എനിക്ക് എൻ്റെ ഉമ്മനെ ഓർമ്മ വരും. എൻ്റെ കുട്ടിക്കാലത്ത് ഏകദേശം ഒരു 2-3 വയസ്സുള്ള സമയത്ത് അവിടെ ഉമ്മൻ്റെ വീട്ടിൽ പിന്നെ ഈ മഷ്റൂം ഉണ്ടാകാറുണ്ട്. അങ്ങനെ അതുകൊണ്ട് ഉമ്മമ്മ പിന്നെ നല്ലൊരു ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് ചോറിൽക്കൊക്കെ കുഴച്ച് ഉരുളാക്കിയിട്ട് വാരിത്തരും. നല്ലൊരു ടേസ്റ്റാണ്. നമുക്ക് ഭയങ്കര കൈപ്പുണ്യമാണ്. അപ്പോൾ അത് മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കുക. ആ ഒരു ടേസ്റ്റ് നോക്കിയിട്ട് അതിലെന്തെല്ലാം ആഡ് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ നോക്കിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കുക. അപ്പോൾ ഇപ്രാവശ്യം ഇത് മേടിക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത് മേടിച്ചത്. പിന്നെ പാവയ്ക്ക, ബിഗ് ഓണിയൻ, ടൊമാറ്റോ, പിന്നെ നൂഡിൽസ്. ഇത് മോള് മേടിക്കുന്നതാണ്. എനിക്ക് തീരെ ഇഷ്ടമല്ല ഈ നൂഡിൽസ് മേടിക്കുന്നത്. അപ്പോൾ ഇത് ശരീരത്തിന് അത്ര നല്ലതൊന്നുമല്ല. അവളോട് വേണ്ടെന്ന് പറഞ്ഞാൽ അവൾ കേൾക്കില്ല. ഇടയ്ക്ക് അവൾക്ക് ഇത് മേടിക്കണം. പിന്നെ ഡാൽഡ, ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഗ്ലൗസ്. ചിലപ്പോൾ കയ്യിന് ചെറിയ മുറിവൊക്കെ പറ്റുമ്പോൾ സോപ്പ് തട്ടുമ്പോൾ ഭയങ്കര നീറ്റിലാണ്. അപ്പോൾ ഈ ചെമ്പും കുടുക്കിയൊക്കെ മൂറുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഗ്ലൗസ് മേടിച്ചിട്ടുണ്ട്.
ഒരു പഴയ കാല കോക്കനട്ട് ബിസ്ക്കറ്റ്, ഗോതമ്പ് നുറുക്ക്. ഔഷധമാണ് ആഹാരം. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എന്തിനാ? നല്ല ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട്. ബീട്രൂട്ട്, വഴുതനങ്ങ, കറി ലീഫ്, പിന്നെ ടൊമാറ്റോ സോസ്, പപ്പടം, പിന്നെ ചെമ്പരത്തിത്താളി. ഷാമ്പു ആണ്. കഴിഞ്ഞ പ്രാവശ്യം ക്ലിനിക് പ്ലസ് ആയിരുന്നു മേടിച്ചിരുന്നത്. അപ്പോൾ അത് മുടിയിൽ അഴുക്കൊക്കെ പെട്ടെന്ന് പോകും. ഇനി ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. ഞാനിത് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത്. ഉപയോഗിച്ചിട്ടില്ല, ഉപയോഗിച്ച് തുടങ്ങണം. അപ്പോൾ ചെമ്പരത്തിക്കൊക്കെ നല്ല വിലയാണ്. ചെമ്പരത്തി പൂവിനൊക്കെ നല്ല വിലയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ഗുണമേന്മ ഇതിന് ഉണ്ടാകാതിരിക്കില്ല. ഉപയോഗിച്ച് നോക്കാം. പിന്നെ ഈത്തപ്പഴം അച്ചാർ. എൻ്റെ ഫേവറേറ്റ് അച്ചാറാണ് ഈത്തപ്പഴം അച്ചാർ. പിന്നെ എവരിഡേ കുറച്ച് മേടിച്ചിട്ടുള്ളായിരുന്നു. അപ്പോൾ നമ്മൾ സാധാരണ പാലാണ് മേടിക്കുക. പാൽപ്പൊടി ഇനി അത്യാവശ്യം വന്നാൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. ഇവിടെ എല്ലാവരും ബ്ലാക്ക് ടീയാണ് കുടിക്കുക. പിന്നെ മോള് രാഗിപ്പൊടി വേണം, നമുക്ക് രാഗി ഉണ്ടാക്കി തരണം എന്നൊക്കെ പറഞ്ഞിട്ട് മേടിച്ചതാണ്. ഇറച്ചി മസാല പൗഡർ, പിന്നെ ഫേവിക്കോള്. പഠിക്കുന്ന കുട്ടികൾ വീട്ടിലുണ്ടാകുമ്പോൾ ഈ ഐറ്റംസൊക്കെ വേണം വീട്ടിൽ. അതിൻ്റെ കൂടെ ഇപ്പോൾ ഒരു പെന്ന് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ മോള് ഇതുപോലെ ക്രാബ്, മുടിക്കെട്ട് എത്ര ഉണ്ടായാലും അത് കണ്ടാൽ അവൾ മേടിക്കും. അതും ഇതും. പിന്നെ നല്ല മാർക്കറും ഒരു ലൈറ്റർ പെന്നും വേറെ ഏതൊക്കെയോ പേനൊക്കെ മേടിച്ചിട്ടുണ്ട്. അതൊക്കെ അവൾ സ്കൂളിൽ കൊണ്ടുപോയി. പിന്നെ ഈ ഒരു ഫയൽ എന്തിനാണ് മേടിച്ചതെന്ന് വെച്ചാൽ മോള് സ്റ്റിച്ച് ചെയ്ത ഐറ്റംസൊക്കെ A4 ഷീറ്റിൽ പേസ്റ്റ് ചെയ്തിട്ട് ഇതുപോലൊരു ഫയലിൽ സൂക്ഷിച്ച് വെക്കാം. ഭാവിയിലേക്ക് അവൾക്ക് അതൊരു ഉപകാരമായിക്കോളും. പിന്നെ ചിക്കൻ ഫ്രൈ മസാല, ലേസ്, പുട്ടുപൊടി, വെർമിസെല്ലി, ഡോക്ടർ വാഷ് ഇല്ലാതെ എനിക്ക് പറ്റൂല. വേറെ ഏത് ബാർ സോപ്പ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും എൻ്റെ കയ്യിന് ചെറിയ ചെറിയ ഹോള് വരും, അല്ലെങ്കിൽ അലർജി വരും. അപ്പോൾ ഞാൻ ഇതിപ്പോൾ കാലങ്ങളോളമായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. 2000-ന് ശേഷം ഏകദേശം ഒരു 10-20 വർഷമെങ്കിലും ഞാൻ ഡോക്ടർ വാഷ് യൂസ് ചെയ്തിട്ടുണ്ടാവും. എൻ്റെ ഡ്രസ്സ് അലക്കാൻ, പിന്നെ വൈറ്റ് ഡ്രസ്സൊക്കെ അലക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കല്ലിലിട്ട് അലക്കാം. അപ്പോൾ കഴിഞ്ഞ മാസം മേടിച്ചത് തീർന്നിട്ടില്ല. ഇപ്പോൾ ഇപ്രാവശ്യം ഒരു ബാർ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഫാബ്രിക് ഗ്ലോ ഹാൻഡിക്രാഫ്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി മേടിച്ചതാണ്. ടാങ്ക് പൗഡർ, കാശ്മീരി ചില്ലി പൗഡർ, ആശീർവാദ് ആട്ട. ഇതൊക്കെ 1 കിലോനാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊരു മാസം യൂസ് ചെയ്യാനുണ്ടാവും. ചപ്പാത്തി, പൂരിയൊക്കെയാണ് ഇവിടെ കാര്യമായിട്ട് ഉണ്ടാക്കുക. പിന്നെ മിച്ചർ, നുറുക്ക്, ഇതൊക്കെ പിന്നെ ഇക്ക മേടിച്ചത്. ഇക്കൻ്റെ സെലക്ഷനാണ് ഈ ഒരു സോപ്പ്, ഗ്ലാഡീസ് സോപ്പ്. പിന്നെ അറേബ്യൻ മന്തി കിറ്റ്, ചിക്കൻ ഫ്രൈ, പാസ്ത. കഴിഞ്ഞ പ്രാവശ്യം ഫിഷ് മസാല വേറെ ആയിരുന്നു മേടിച്ചിരുന്നത്. ഇപ്രാവശ്യം അത് മാറ്റി. പിന്നെ പേസ്റ്റ്,
എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 12 വർഷം കഴിഞ്ഞു. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ യൂസ് ചെയ്യുന്നത് വിം ബാറാണ്. കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടർ വാഷ് മേടിച്ചിട്ട് കയ്യിന് അലർജി വന്ന്. അപ്പോൾ ഇപ്രാവശ്യം ഈ ഒരു ബാർ സോപ്പ് മേടിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ഡിഷ് വാഷ് മേടിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പാടെന്താണെന്നുള്ളത് ഉപയോഗിച്ചറിയണം. ഇതിന് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ വിം തന്നെ മേടിക്കും. പിന്നെ ബിരിയാണി അരി, പിന്നെ ഡബിൾ സ്റ്റിക്ക്, പിന്നെ കുറച്ച് ബൂസ്റ്റ്, ഹോർലിക്സ് ഇങ്ങനെ പാക്കായിട്ടാണ് മേടിച്ചത്. അപ്പോൾ ഞാൻ ഇതെന്താ ഇങ്ങനെ മേടിച്ചതെന്ന് വെച്ചാൽ, പിന്നെ ഇവിടെ അങ്ങനെ എല്ലാവർക്കും ഒന്നും ഇഷ്ടമല്ല ബൂസ്റ്റും ഹോർലിക്സും. വല്ലപ്പോഴും ഒന്ന് കുടിക്കണം എന്ന് തോന്നിയാൽ കലക്കി കുടിക്കാമല്ലോ. അപ്പോൾ ബോട്ടിലൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ 1-2 തവണ യൂസ് ചെയ്തിട്ട് ബാക്കി നമ്മളവിടെ വെക്കും. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങനെ കട്ട പിടിക്കും. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പാക്ക് മേടിച്ചത്. അപ്പോൾ പാക്ക് മേടിക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ഉപയോഗിക്കാമല്ലോ. പിന്നെ ചിക്കൻ പൊരിച്ചത് മസാല, ഇത് ഞാൻ ആദ്യമായിട്ടാണ് മേടിക്കുന്നത്. അപ്പോൾ പിന്നെ സ്റ്റേ ഫ്രീ ഒരു പാക്ക് മേടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചത് തീർന്നിട്ടില്ല, അതൊന്ന് കരുതി വെക്കണം. സ്റ്റേ ഫ്രീ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 2008 മുതലാണ് ഞാനിത് മേടിച്ചിട്ടുള്ളത്. അന്ന് മുതൽ ഇന്ന് വരെ സ്റ്റേ ഫ്രീ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ ചില പാഡ്സൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ അലർജി വരുന്നുണ്ട്. പക്ഷേ ഈ സ്റ്റേ ഫ്രീക്ക് കുഴപ്പമൊന്നുമില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ കപ്പ് ഞാൻ 2 തവണ മേടിച്ചത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പഞ്ചായത്തു നിന്നൊന്നും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് ഉപയോഗിക്കാൻ ഭയങ്കര പ്രയാസമാണ്. കപ്പ് ഞാൻ യൂസ് ചെയ്യലില്ല, ഇടയ്ക്ക് യൂസ് ചെയ്യും. പക്ഷെ അത് എനിക്ക് വെക്കാനും എടുക്കാനൊക്കെ ഭയങ്കര പ്രയാസമാണ്. പിന്നെ സ്റ്റേ ഫ്രീ നല്ലൊരു ബ്രാൻഡാണ്. ഇതുവരെ അലർജിയൊന്നും വന്നിട്ടില്ല. ചില പാഡ്സിനൊക്കെ അലർജി വരാറുണ്ട്. പിന്നെ ഇപ്പോൾ 2008 മുമ്പ് ഞാൻ ഹോസ്റ്റലിലായിരുന്നു. ഹോസ്റ്റലിൽ പാഡൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. കുട്ടികൾ പാഡൊക്കെ ടോയ്ലറ്റ് കൊണ്ടുപോയിട്ടിട്ട് വലിയ പ്രോബ്ലംസൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അവിടെ പഠിക്കുന്ന കാലത്ത് ക്ലോത്ത് യൂസ് ചെയ്യാൻ പാടുള്ളൂ, പാഡ് ഉപയോഗിക്കരുത്. പാഡ് അഥവാ ആരെങ്കിലും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ടീച്ചേഴ്സ് അത് പിടിക്കും, അവിടെ യൂസ് ചെയ്യാൻ അയക്കൂല. പക്ഷേ ഞാൻ തൃശ്ശൂരൊക്കെ പഠിക്കുന്ന സമയത്ത് ഹോസ്റ്റലിലൊക്കെ യൂസ് ചെയ്യുന്നത് ഇതന്നെയായിരുന്നു, സ്റ്റേ ഫ്രീ. അവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അവിടെ തൃശ്ശൂർ പിന്നെ ഹോസ്റ്റല് ഫുൾ ക്ലീൻ ആൻഡ് നീറ്റ്. അവിടെ ഈ സ്റ്റേ ഫ്രീ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട്, ഉപയോഗം കഴിഞ്ഞിട്ട് ഇടാൻ വേണ്ടിയിട്ട് അതിനായിട്ടൊരു ചെറിയൊരു റൂമാണ്. ആ റൂമിനൊരു ഡോറുണ്ട്. ആ ഡോറ് തുറന്നിട്ട് അതിലേക്ക് ഒഴിവാക്കണം. പിന്നീട് അവരെടുത്തിട്ട് കത്തിച്ച് കളയും. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു അവിടുത്തെ. പിന്നെ കുറച്ച് കിറ്റ്കാറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മുറ്റത്ത് ഇടാൻ വേണ്ടിയിട്ട് ഒരു ചപ്പൽ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഡ്രിങ്ക്സ്, വേറെയും കുറച്ച് ഐറ്റംസ് മേടിച്ചിട്ടുണ്ട്, അതൊക്കെ ഉപയോഗിച്ചു. പിന്നെ മോളെന്തൊക്കെയോ ലൈറ്റ് പെന്ന്, വേറെ ഏതൊക്കെ പേനൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ യാറെ പോയിട്ട് ഇത്രയൊക്കെയാണ് മേടിച്ചത്. കുറേ സാധനങ്ങൾ ഇനിയും മേടിക്കാനുണ്ട്, അത് നല്ല സമയം കിട്ടിയില്ല മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കിട്ടിയതെടുത്തിട്ട് വാങ്ങിയതാണ്. ഞാൻ എന്തൊക്കെ വാങ്ങണം എന്നുള്ളതൊന്നും മുൻകൂട്ടി കൊണ്ടുപോകില്ല. അവിടെ ചെന്നിട്ട് എന്തൊക്കെ വേണം എന്നുള്ളത് നോക്കിയിട്ട് ഇങ്ങനെ ഒരു ഭാഗത്തുനിന്ന് പിന്നെ സെലക്ട് ചെയ്യും, ഞാൻ വേറൊരു ഭാഗത്തുനിന്ന് സെലക്ട് ചെയ്യും, മോളും ഒക്കെ ഇഷ്ടമുള്ളതൊക്കെ എടുക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഇന്നലെ മേടിച്ച സാധനങ്ങൾ. പിന്നെ കുറേ സാധനങ്ങൾ ആദ്യം മേടിച്ചത് ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ ഇതിലുള്ളത് തീർന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ഷോപ്പുണ്ട്, അവിടെ പോയിട്ട് മേടിക്കും. ഏകദേശം ഒരു മാസം 10,000 റുപ്പീസ് ചിലവിന് തന്നെ വരുന്നുണ്ട്. ഞങ്ങൾ 4 പേരാണുള്ളത്. പിന്നെ കറണ്ട് ബില്ല്, ഗ്യാസ്, അത് വേറെയും. അപ്പോൾ ഇപ്പോഴത്തെ ജീവിതം ഇങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ ശരിക്കും ഒരു പണക്കാരെ സംബന്ധിച്ച് ഇതൊക്കെ വളരെ കുറവാണ്.
എൻ്റെയൊക്കെ നാട്ടിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ മേടിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു മാസം ഇത്രയൊക്കെയാണ് മേടിച്ചിട്ടുള്ളത്. പിന്നെ പറയാനുള്ളത്, ഇന്ന് പിന്നെ രാവിലെ കിച്ചണിൽ കയറിയിട്ട് ചോറുണ്ടാക്കി, ദോശ ചുട്ടു, അതിലേക്ക് ചിക്കൻ കറി, ലഞ്ചിനും ചിക്കൻ കറിയാണ്, പപ്പടം ഉണ്ടാവും. പിന്നെ കിച്ചണൊക്കെ ക്ലീനാക്കി പാത്രങ്ങളൊക്കെ കഴുകി പുതിയ വീട്ടിലേക്ക് വന്നിട്ട് ഇതൊക്കെ ഒന്ന് ഇനി അടുക്കി ഒതുക്കി വെക്കാനുണ്ട്. വീടൊന്ന് തുടക്കാനുണ്ട്, ഡ്രസ്സ് അലക്കാനുണ്ട്. അതൊക്കെ തന്നെയാണ് ഇന്നത്തെയും പരിപാടികൾ, വിശേഷങ്ങളൊക്കെ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഞാൻ നാളെ വരാം. ഇൻഷാ അല്ലാഹ്. ബായ്.